പൊസിഷൻ ആൻഡ് ടേംസ്. പൊസിഷൻ ആൻഡ് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു ടേമുകൾ x1, x2, x3, x4 ഇങ്ങനെ അങ്ങോട്ട് പോകും അല്ലേ? ഇതിനെ വേറൊരു രീതിയിൽ എഴുതാം. എങ്ങനെ എഴുതാം? എ എന്ന് എഴുതാം, അല്ലെങ്കിൽ എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d ഇങ്ങനെ എഴുതാം. ഏത് ടേമാണോ എഴുതുന്നത് ആ ടേം എന്ന് പറയുന്നത് ആ ടേമിൽ നിന്ന് ഒന്ന് കുറച്ച് ഡിസ്റ്റൻസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഇപ്പൊ ഒന്നാമത്തെ ടേം x1, x2, x3, x4 ഇത് വിശദമായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് ഏത് രീതിയിൽ എഴുതാം? എ എന്നും, രണ്ടാമത്തെ ടേം ആണെങ്കിൽ എ പ്ലസ് ഡി എന്നും, മൂന്നാമത്തെ ടേം ആണെങ്കിൽ എ പ്ലസ് ഒരെണ്ണം ഇവിടെ കുറയണ്ട, 3 ടേം ആണെങ്കിൽ 2d, 4 ടേം ആണെങ്കിൽ 3d. എ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ ടേം x1 അല്ലെങ്കിൽ എ, ഏത് വേണമെങ്കിലും നമുക്ക് ഡിനോട്ട് ചെയ്യാം. x1 എന്ന് പറഞ്ഞാലും എ എന്ന് പറഞ്ഞാലും അത് ഫസ്റ്റ് ടേമിനെയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? 2, 4, 6, 8 ഇതിൽ എ എന്ന് പറയുന്നത് ആരാണ്? അല്ലെങ്കിൽ x1 എന്ന് പറയുന്നത് ആരാണ്? 2. മനസ്സിലായില്ലേ? അതിൽ എ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടേം ആരാണ്? 4. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്രയോ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം? കൊടുത്തു കഴിഞ്ഞാൽ ആരെ കിട്ടും? 4നെ കിട്ടും. അതാണ് ഇതിന്റെ അർത്ഥം. ഇവിടുത്തെ x1 എ എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? എ എന്ന് പറഞ്ഞാൽ 2 ആണ്. എ പ്ലസ് ഡി എന്ന് പറഞ്ഞാലോ എയിൽ നിന്ന്, ഫസ്റ്റ് ടേമിൽ നിന്ന് അതിന്റെ ഡിസ്റ്റൻസ്, അതിന്റെ കോമൺ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാ? 4 - 2 ആണ്. അപ്പൊ എത്ര വരും? 2. അതിന്റെ കൂടെ ഡിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ടേം കിട്ടും. അർത്ഥം. അപ്പൊ മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ എഴുതുക? എ പ്ലസ് 2d അല്ലേ? മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ആരാ? x3 എന്ന് പറഞ്ഞാൽ ആരാ? എ പ്ലസ് 2d. അപ്പൊ മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാൻ ആദ്യത്തെ ടേം ആരാ? 2 പ്ലസ് 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് 2. അപ്പൊ 2 അതേപോലെ കൊടുക്കുക. മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യുക. 2 × 2 4. ആൻസർ ഇസ് 6. ഉണ്ടോ? മൂന്നാമത്തെ ടേം 6 കിട്ടും. അതേപോലെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10ാമത്തെ ടേം കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചൂടെ? എങ്ങനെ എഴുതും നമ്മള്? x10 = a പ്ലസ് 9d. എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 പ്ലസ് 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര? 2 പ്ലസ് 9 × 2 എത്ര? 18. ആൻസർ ഈസ് 20. ഉണ്ടോ? എത്ര ടേം വേണോ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ പോരെ? മനസ്സിലായില്ലേ? 25ാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യണം? x25 = a പ്ലസ് 24d. എ എന്ന് പറഞ്ഞാൽ ആരാ? 2 പ്ലസ് 24 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര? 2 പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ ആദ്യം 48 അല്ലേ? 48 പ്ലസ് 2 എത്ര? 50. ക്ലിയർ ആയില്ലേ? സിമ്പിൾ അല്ലേ സംഭവം? ഏത് ടേം കണ്ടുപിടിക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? xn = x1 പ്ലസ് n - 1 ഇൻറ്റു d. xn = x1 പ്ലസ് n - 1 ഇൻറ്റു d. അത് തന്നെയാണ് ഇതിന്റെ അർത്ഥവും. ഈ പറയുന്നതിന്റെ കാര്യം തന്നെയാണ് ഇക്വേഷനിലും പറയുന്നത്. xn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടേം കണ്ടുപിടിക്കണം? ടോട്ടൽ ടേം. അതിനെയാണ് എന്ന് പറയുന്നത് xn. ഇവിടുത്തെ ടോട്ടൽ ടേം എത്രയാ? 25 അല്ലേ നമ്മൾ എടുത്തേ? 25 എങ്കിൽ 25. ഇവിടെ 10 ആണെങ്കിലോ 10. അപ്പൊ ഇവിടെ xn വരെ എന്ത് കൊടുക്കും നമ്മള്? അപ്പൊ 10 ആണെങ്കിൽ 10 കൊടുക്കുന്നു. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ആരാ? 2. x1 എന്ന് പറഞ്ഞാൽ ആരാ? 2. n എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ n ആരാ? 10. 10 - 1 ഡിഫറൻസ് എത്രയാ? 2. ആൻസർ ഈസ് 2 പ്ലസ്
10 1 കുറച്ചാൽ 9 ഇൻറ്റു 2. ഈ സാധനം തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അതാ ഇക്വേഷൻ ഉപയോഗിച്ചത് ഇങ്ങനെ മാറ്റുന്നതാണ്. രണ്ടും ഒന്നാണ്. മനസ്സിലായോ? ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ ചെയ്യാം. ഈ ഇക്വേഷൻ മനസ്സിലാക്കി ചെയ്യണം, ഇത് അല്ലാതെ രീതി ചെയ്യണം. പറഞ്ഞ ആരും ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞ എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ എളുപ്പമാകുമ്പോൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്തായി നിങ്ങൾ x30 = a + 29d. ഉണ്ടോ? അതിനകത്ത് എന്ത് വേണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, എന്ത് ചെയ്യുക, ഫസ്റ്റ് ടൈം ഇട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ സംഭവം പറഞ്ഞതിൽ? ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? ഇനി തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിലോ, തിരിച്ച് ഒന്നാമത്തെ ടൈമിലോട്ട് വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. ഈ എ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഈ 9d ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അത്രേ ഉള്ളൂ. പറഞ്ഞ ആരും മനസ്സിലായ? എ എന്ന് പറഞ്ഞാൽ ആരെയാ? ഫസ്റ്റ് ടൈം. കണ്ടുപിടിക്കേണ്ട ആരെയാ? ഫസ്റ്റ് ടൈമിനെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 9d ഇങ്ങോട്ടേക്ക് മാറ്റണം. അപ്പം 10 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? 9d = a. മനസ്സിലായ? കണ്ടുപിടിക്കേണ്ട ആരെയാ? എ ആണ്. എ കണ്ടുപിടിക്കണമെങ്കിൽ എന്റെ കൂടെ കിടക്കുന്ന ആരെയാ? വേണ്ടി ആരെയാണ് ഒരു ഇക്വേഷനിൽ നിന്ന് ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ അയാളെ മാത്രം അവിടെ എന്ത് ചെയ്യണം? ഒറ്റപ്പെടുത്തണം. ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യണം? മാറ്റണം. മനസ്സിലായി? ഇതാണ് ഐഡിയ. മാത്സിന്റെ ഐഡിയ അതാണ്. ഒരാളെ കണ്ടുപിടിക്കണമെങ്കിൽ അയാളെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യണം? മാറ്റണം. ഇവിടെ കണ്ടുപിടിക്കേണ്ട ആരെയാ? എ ആണ്. അപ്പൊ എ അവിടെ ഒറ്റപ്പെടുത്തി നിർത്തണം. ഇവിടെ 90 ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. ഇപ്പുറത്തോട്ട് വരുമ്പോൾ +90, ഇപ്പുറം വരുമ്പോ എന്താവും? -90 ആവും. അത്രേ ഉള്ളൂ സംഭവം. സിമ്പിൾ. അതിന് ഇവിടെ കിട്ടിയ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എത്രയാ? 20. അവര് തന്നിരിക്കും 20 - 90 എന്ന് പറഞ്ഞാൽ എന്താ? 9 × 2 = a. ആദ്യം എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. നെഗറ്റീവ് അല്ലേ? 9 × 2 എന്താ? 18 = a. 20 ന്ന് 18 കുറച്ച് എത്ര കിട്ടും? 2. ആൻസർ ഈസ് a = 2 അല്ലേ? a എന്ന് പറയുന്നത് 2 അല്ലേ? അപ്പൊ നമ്മൾ അങ്ങോട്ടും പോകാം, തിരിച്ച് ഇങ്ങോട്ടും വരാം. ഐഡിയ മനസ്സിലായോ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 25ാമത്തെ ടൈം 50 ആണ്. 25ാമത്തെ ടൈം എത്രയാണ്? 50. അതിൽ നിന്ന് തിരിച്ചൊന്ന് കണ്ടുപിടിച്ച ഒന്നാമത്തെ ടൈം ഒന്ന് കണ്ടുപിടി. ഇത്ര എഴുതിയെടുത്തിട്ട് ഇത്രയും മനസ്സിലാക്കി എഴുതിയിടും. ഇത് ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഇതെന്തിനാ ഇടയ്ക്ക് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇതെന്താണ്? ഇക്വേഷൻ. ഇതിലും ചെയ്യാം, ഇതിലും ചെയ്യാം. ഓക്കെ ആണല്ലോ? ഒന്നാമത്തെ ടൈം ആണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ടൈമും 25ാമത്തെ ടൈമും ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 24. മനസ്സിലായില്ലേ? പൊസിഷനും ടേമും, പൊസിഷൻ മാറുന്നതനുസരിച്ച് ടേമും എന്ത് ചെയ്യും? മാറും. ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇത് എത്രാമത്തെ പൊസിഷനാ? 1. ഇത് 2. ഇത് 3. തരുന്നത് ഏതൊക്കെയാ? ടേമുകൾ. താഴെ തരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ടേമുകൾ. അറിയാമല്ലോ? ഇത് ഒന്നാമത്തെ പൊസിഷൻ, ഇത് രണ്ടാമത്തെ പൊസിഷൻ, മൂന്നാമത്തെ പൊസിഷൻ. ഇത് മൂന്നാമത്തെ പൊസിഷനിലെ ടേം ഏതാ? മൂന്നാമത്തെ പൊസിഷനിലെ ടേം ഏത്? 6. രണ്ടാമത്തെ പൊസിഷനിലെ ടേം ഏത്? ഇതിനെ വിളിക്കുന്ന ടേം എന്നും അതിന്റെ ആ ഇരിക്കുന്ന സ്ഥാനത്തിനെയാണ് പൊസിഷൻ എന്നും വിളിക്കുന്നത്. അത് മാറുന്നതിനനുസരിച്ച്, അതിന്റെ ഡിഫറൻസിനനുസരിച്ച് അതിന്റെ ടേമും എന്ത് ചെയ്യും? മാറും. ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായി കാണിക്കുന്നത് അല്ലെ? വരുന്നവര് 1, 11, 21 സീക്വൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞ എത്രാമത്തെ ടൈമാണ്? 25. ദാറ്റ് ഈസ് x25. ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതിന് നമ്മൾ ഇങ്ങോട്ട് x25 ഇവിടെ ഇരുന്നാണ്. അത് നമുക്ക് എങ്ങനെ മാറ്റാൻ നമ്മൾ പഠിച്ചത്? a + 24d. d ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പൊ കോമൺ ഡിഫറൻസ് ആദ്യം കാണണം. കോമൺ ഡിഫറൻസ് എത്രയാണ്? 21ൽ നിന്ന് 11. ദാറ്റ് മീൻസ് ഇതുവരെ ക്ലിയർ ആയോ? അതെല്ലാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇൻട്രൊഡക്ഷന്. 30ാമത്തെ ടൈം ആണെങ്കിൽ എന്താ ഇക്വേഷൻ? a +
29D. ആവർത്തിച്ചല്ലേ പറയിപ്പിക്കുന്നേ. 50 ആണെങ്കിൽ എന്താ? 40 ആണെങ്കിൽ ഡി. അതിൽ ഡി കാണുക. ഡി കണ്ടു. ഡി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. x2 നിന്ന് x1 കുറയ്ക്കുക. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. 11 1 കുറയ്ക്കുക. 21 11 കുറയ്ക്കുക. ഏത് കുറച്ചാലും കോമൺ ഡിഫറൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മൾ 21 11 കുറച്ചപ്പോ 10 കിട്ടി. അല്ലെങ്കിൽ 11 1 കുറച്ചാലും മതി. 11 1 കുറച്ചാലും എത്ര തന്നെ വരിക? 10 തന്നെ വരിക. ഇത് ക്ലിയർ അല്ലേ? ഇനി പോയിന്റിലോട്ട് വരിക. കണ്ട് 25ാമത്തെ ടേം കാണണം. ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 1 + 24 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 10. 1 + 24 × 10 എത്ര? 240. ആൻസർ ഈസ് സിമ്പിൾ അല്ലേ? ക്വസ്റ്റ്യൻ എന്തോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ഇനി ഇങ്ങനെ വന്നാൽ പൊസിഷനും തന്നിരിക്കുകയാണ്. സീക്വൻസിലാണോ തന്നിരിക്കുന്നത്? അല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ അതിന്റെ കോമൺ ഡിഫറൻസ് കാണണം. എങ്ങനെയാ കാണുന്നത് കോമൺ ഡിഫറൻസ് കാണാൻ? ഇങ്ങനെ ടേമുകൾ തന്നാൽ ടേമും പൊസിഷനും തുടക്കമില്ലാതെ സീക്വൻസ് ഇല്ലാതെ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കാണുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എളുപ്പം. x10 46, x11 51. ഇതിൽ നിന്ന് ആരെ കുറയ്ക്കണം? ഇതിനെ കുറയ്ക്കണം. ഇതിൽ നിന്ന് ആരെ കുറയ്ക്കണം? ഇതിനെ കുറയ്ക്കണം. ടേം എന്ന് പറഞ്ഞാൽ ആരാ ഇവിടുത്തെ ടേം? 51ഉം 46ഉം. അപ്പൊ 51ൽ നിന്ന് ആരെ കുറയ്ക്കുക? 46. എന്താ? ഇനി അടുത്ത ഇവിടുന്ന് ആരാ? 11ൽ നിന്ന് 10. ഇത് തിരിഞ്ഞാൽ തിരിഞ്ഞു. 51ൽ നിന്ന് 46 കുറച്ചാൽ എത്ര വരും? 5. 5 അല്ലേ? 11ൽ നിന്ന് 10 കുറച്ചാൽ 1. 5/1 എന്താ? 5. ഇത് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇക്വേഷൻ എന്താ? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് എഴുതണം. ഇതിനെ ഇങ്ങോട്ട് അങ്ങ് എഴുതിയാൽ ഇവിടുന്ന് ഇങ്ങനെ ആദ്യത്തേന് എന്താ വാല്യൂ കൂടുതലുള്ളതിനെ താഴെ എഴുതുക. എന്നിട്ട് മുകളിലോട്ട് വേണം കുറയ്ക്കാൻ. വലിയ ടേമിൽ നിന്ന് ചെറിയ ടേം എഴുതാവും. ക്ലിയറാ? തിരിച്ചെഴുതി കഴിഞ്ഞാൽ വാല്യൂ എന്ത് ചെയ്യും? തെറ്റിപ്പോവും. കേട്ടോ? അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം, തെറ്റിക്കരുത്. സെറ്റല്ലേ? കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി കാണേണ്ടുള്ള ആരെയാ? ഫസ്റ്റ് ടേമിന്. ഫസ്റ്റ് ടേം കാണണമെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ആരുണ്ട്? 10 എടുക്കോ 11 എടുക്കുന്നതാണോ നല്ലത് ഫസ്റ്റ് ടേമിലോട്ട് പോവാൻ? അടുത്ത കിടക്കുന്ന ആളാരെ? 10 അല്ലേ? അല്ലേ? അപ്പൊ x10 എന്ന് നമ്മൾ എഴുതുന്നു. x10 എങ്ങനെയാ നമ്മൾ മാറ്റി എഴുതുന്നത്? a + 9d. a + 9d തന്നിട്ടുണ്ടല്ലോ. എത്രയത്? 46. 46. ഇത്രയും സെറ്റായോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? കണ്ടോ? എളുപ്പമാണ്. കോമൺ ഡിഫറൻസ് കാണുക. സീക്വൻസിൽ ഇല്ലെങ്കിൽ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്ന ഇക്വേഷൻസ് എടുക്കുക. അതിനുശേഷം ഒന്നാമത്തെ ടേമാണ് ചോദിക്കുന്നതെങ്കിൽ ഒന്നാമത്തെ ടേമുമായി അടുത്ത് കിടക്കുന്ന ആരാണെന്ന് നോക്കുക. അത് കിടക്കുന്നത് 10 ആണ്. ആ 10നെ നമ്മൾ എടുത്ത് എഴുതുന്നു. ആ 10നെ ഒന്ന് ഇലാബറേറ്റ് ചെയ്യുമ്പോൾ a + 9d എന്ന് കിട്ടും. അതിന്റെ വാല്യൂ നമുക്കുണ്ട് 46 ആണ്. ഇത്ര എഴുതുക. സിമ്പിൾ സിമ്പിൾ ആൻഡ് ഹമ്പിൾ അല്ലേ? മനസ്സിലായോ? മനസ്സിലായോ? നോക്കിയപ്പോ a എന്ന് പറഞ്ഞ എത്രയാ? ഏതിനെ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ നമ്മൾ ആരെ ഇങ്ങോട്ട് മാറ്റണം? 9d ഇങ്ങോട്ട് മാറ്റണ്ടേ? 10ാമത്തെ ടേം എന്ന് പറഞ്ഞ ആരാ? 46 എന്നുണ്ട്. 10ാമത്തെ ടേമിന് ഇവർ ആരെ കൊടുക്കുന്നു? 46. എന്നിട്ട് ഇങ്ങോട്ട് ആരെ കൊണ്ടുവരുന്നു? -9d. ഇവിടെ ആര് ഒറ്റപ്പെട്ടു? a ഒറ്റപ്പെട്ടു. കണ്ടോ? ഇനി 46 - 9 ഇൻറ്റു ബാക്കിയൊക്കെ അതേപോലെ എഴുതുന്നു. 46 എവിടുന്ന് വന്നെന്ന് ചോദിക്കുവോ? 9 എവിടുന്ന് വന്നെന്ന് ചോദിക്കുവോ? ഇനി d എഴുതാം. d എവിടുന്ന് വരണം? കോമൺ ഡിഫറൻസ് 5 is equal to a. 46 - 9 × 5 എത്ര? 45. 45 is equal to a. 46 45 കുറച്ച് എത്ര കിട്ടും? 1. അപ്പൊ a is equal to 1. സിമ്പിൾ അല്ലേ? മനസ്സിലായോ? മനസ്സിലാക്കിയിട്ട് എഴുതാവും. 100 95 90 100 95 90
കോമൺ ഡിഫറൻസ് 100-95 കുറയ്ക്കുന്നത്. ഡിഫറൻസിന്റെ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ തന്നെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് മൊത്തം ഇരുന്ന് കണ്ടോണം. നിനക്കുള്ള പണിഷ്മെന്റ്. കോമൺ ഡിഫറൻസ് കാണാൻ 95-ൽ നിന്ന് 100 കുറയ്ക്കണം. അപ്പോൾ 95-ൽ നിന്നാണ് 100 കുറയ്ക്കേണ്ടത്. അത് ശ്രദ്ധിക്കണം. തിരിച്ചാണ് ചെയ്തതെങ്കിൽ ആൻസർ തെറ്റി. ഇപ്പോൾ 95 മൈനസ് 100. അപ്പോൾ ആൻസർ കിട്ടുന്നത് എത്ര ആയിരിക്കും? 5 അല്ലേ? എന്ത് 5 കിട്ടുന്നത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. അപ്പോൾ വലുതിൻ്റെ ചിഹ്നം ഏതാ ഇവിടെ? 100 അല്ലേ വലുത്? അത് നെഗറ്റീവ് അല്ലേ? അപ്പോൾ ആൻസർ വരുന്നത് എന്താ? -5 എന്നാണ് വരുന്നത്. മനസ്സിലായോ? ഇനി x21 കാണണം. x21 ഇസ് ഈക്വൽ ടു 21 കാണാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ a+21 ആണെങ്കിൽ 20d 20d a+20d. എ എന്ന് പറഞ്ഞത് ഉണ്ടോ? എത്രയാ? 100. അപ്പോൾ 100 + 20 ഇൻറ്റു -5 എന്ന് തന്നെ കൊടുക്കണം. 100 + 20 × 5 എത്രയാ? -100. അപ്പോൾ -100. 100 പ്ലസ് മൈനസ് വന്നാൽ മൈനസാണ്. -100 ഇസ് ഈക്വൽ ടു 100 100 പോയ എത്ര തന്നെ? 0. 100 വെട്ടി പോകുമ്പോൾ 0 കിട്ടും. ക്ലിയർ ആയോ? ഫസ്റ്റ് ടൈമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണണം. കോമൺ ഡിഫറൻസ് കാണാൻ ഇങ്ങനെ കണ്ടോ? 51-ൽ നിന്ന് 56, 11-ൽ നിന്ന് 10, 51-ൽ 56 കുറച്ചാൽ -5, 1. ആൻസർ ഈസ് ക്ലിയർ അല്ലേ? ഇനി ഒന്നാമത്തെ ടൈം കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ടൈം കണ്ടുപിടിക്കാൻ ഏതിൽ നിന്ന് പോകണം? x10-ൽ നിന്ന്. അപ്പൊ x10-നെ ഒന്ന് ലാബറേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? a+90 അല്ലേ? ഇനി 90 ഇങ്ങോട്ട് കൊണ്ടുവരാ. 90 ഇങ്ങോട്ട് വരുമ്പോ x10 എന്ന് പറഞ്ഞ എത്ര വാല്യൂ? 56. അപ്പൊ 56 x10 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം അങ്ങോട്ട് പകർത്തുക എന്നേ ഉള്ളൂ. ഇനി -9 ഇൻറ്റു d വരുമ്പോ എത്ര വരും? -5 ഇസ് ഈക്വൽ ടു a. ഉണ്ടോ? ഇനി ആൻസർ എന്താ വരും? 56 മൈനസും പ്ലസ് വരും അല്ലേ? 95 എത്ര വരും? 45. ആൻസർ 41 വരുന്നത്. ക്ലിയർ ആയോ? സെറ്റല്ലേ? പെട്ടെന്ന് കിട്ടിയില്ലേ? ഇനി എന്താ ചോദിച്ചിട്ടുണ്ട്? സീക്വൻസ്. ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി സീക്വൻസ്. സീക്വൻസ് എന്തായിരിക്കും? 101. അടുത്ത 5 ടേം കുറയ്ക്കണം. കൂട്ടല്ല, 5 ടേം കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 96. അടുത്ത 5 ടേം കുറയ്ക്കണം. 91. അടുത്തത് 81. 2, 4, 5 ആയില്ലേ? കുത്തിട്ട് കൊടുക്കുക. കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് ഒരൊറ്റ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസാ. എടോ ശ്രദ്ധിച്ചിടണം. ഒറ്റ ഫോർമാറ്റാ. എന്താ? ഒന്നുകിൽ മുമ്പിലോട്ട് പോകണം, അല്ലെങ്കിൽ ബാക്കിലോട്ട് പോകണം. എത്രയോ ഒരു ടേമ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്തത്. കൺസെപ്റ്റ് അല്ലേ? എത്രയോ ടൈം മുമ്പിലോട്ട് പോകുന്നു, ബാക്കിലോട്ട് വരുമ്പോ ഒന്നാമത്തെ ടൈം കണ്ടുപിടിക്കുന്നു. ഇതാണ് ഇപ്പൊ ചെയ്തത്. ഇപ്പൊ അടുത്ത ചെയ്യാൻ പോണത് തേർഡ് ടൈം വന്നിട്ടുണ്ട്. തേർഡ് ടൈം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് 12. 15th ടൈം. 15th ടൈം. ഇടയ്ക്കുന്ന ക്വസ്റ്റ്യൻ തന്നിട്ട് 15ാമത്തെ ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടുന്ന് ആദ്യം കോമൺ ഡിഫറൻസ് കാണണം. ശ്രദ്ധിക്കണേ. ഡിഫറൻസ് മനസ്സിലാക്കി ചെയ്യുക. കോമൺ ഡിഫറൻസ് കാണണം. കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 32-ൽ നിന്ന് ആരെ കുറയ്ക്കുക? 12-നെ. അത് കഴിഞ്ഞ് 7-ൽ നിന്ന് 3a. 32-ൽ നിന്ന് 12 കുറയ്ക്കുമ്പോൾ എന്താ കിട്ടുക? 20. എത്ര കിട്ടും? 20. 7-ൽ നിന്ന് 3 കുറച്ചായോ? 4. അപ്പൊ ആൻസർ ഈസ് 5. കോമൺ ഡിഫറൻസ് കിട്ടിയില്ലേ? കിട്ടിയല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? 15ാമത്തെ ടേമല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇനി ഇവിടാണ് പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്. ഇതുവരെ നമ്മൾ ചെയ്തു വന്ന കാര്യം തന്നെ. 15ാമത്തെ ടേം കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? 15ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറയല്ല. ഇപ്പൊ നമ്മൾ ചെയ്തു വന്ന മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എന്ത് എഴുതും? 15 a+,
14D. അതിന് എ ഉണ്ടോ? ഇല്ല. അതാണ് അവിടുത്തെ പ്രശ്നം. എന്തില്ല? എ ഇല്ല. അപ്പൊ പിന്നെ എന്ത് കണ്ടുപിടിക്കണം? ഇനി എ കണ്ടുപിടിച്ച് എ അവിടെ എടുത്തിട്ട് കൊടുത്ത് അങ്ങനെ ചെയ്യണ്ടേ? അതിന് പകരമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. 15ന്റെ അടുത്ത് കിടക്കുന്ന ടേം ഏതാ? 7 അല്ലേ? 7ൽ നിന്ന് എത്ര ഡിഫറൻസ് ഉണ്ട് 15ലേക്ക്? 8. അത്രയല്ലേ ഉള്ളൂ. അതങ്ങ് ചെയ്താൽ മതി. കാര്യം മനസ്സിലായോ? ഫസ്റ്റ് ടേം ഉണ്ട് ഇവിടെ നമുക്ക്? ഇല്ല. അപ്പൊ നമുക്ക് ആരുണ്ട് അടുത്ത്? 15ന്റെ അടുത്ത് കിടക്കുന്ന ടേം ഏതാണെന്ന് നോക്കണം. ഏതാണ്? 7. 7 അല്ലേ? 7ൽ നിന്ന് 15ലേക്കുള്ള ദൂരം എത്രയുണ്ട്? 8 ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ നമുക്ക് ആദ്യം എന്തെഴുതാം? x7 പ്ലസ് 8d. x7 പ്ലസ് 8d. അപ്പൊ 15ാമത്തെ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ശ്രദ്ധിച്ചോ. 15ാമത്തെ ടേം എഴുതാൻ ആദ്യം 15ന്റെ അടുത്ത് കിടക്കുന്ന ടേം ഏതാ? x7 പ്ലസ് 8d. ഐഡിയ മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? ഫസ്റ്റ് ടേമിന് കണ്ടുപിടിച്ച് പിന്നെ തിരിച്ചു വരണോ? വേണ്ട. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ 15ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതിന്റെ അടുത്ത് കിടക്കുന്ന ടേം ആരാ? x7 ആണ്. 7ൽ നിന്ന് എത്ര ദൂരമുണ്ട്? 8 ദൂരം അല്ലേ? 7th ടേമിൽ നിന്ന് 15ാമത്തെ ടേമിലേക്കുള്ള ദൂരം എത്രയാ? 8 ദൂരം. ഐഡിയ മനസ്സിലായ? അങ്ങനെയാണ് 20ാമത്തെ ടേം കണ്ടുപിടിക്കണം. എങ്ങനെ എഴുതാൻ? 7ാമത്തെ ടേമിൽ നിന്ന് 13 ടേം, 13 ഡിഫറൻസ്. ഐഡിയ മനസ്സിലായ? ആ ദൂരം കണ്ടുപിടിച്ചാൽ മതി. തന്നിരിക്കുന്ന ടേമിൽ നിന്ന് പോവുക. ഐഡിയ പിടികിട്ടിയ? ഐഡിയ പിടികിട്ടിയ? ഇവിടെ ചോദിച്ചിരിക്കുന്ന എത്ര? വേറെ ആരും സംസാരിക്കരുത്. 15ാമത്തെ ടേം പറഞ്ഞിരിക്കുന്നു. അതിന്റെ തൊട്ട് അടുത്തുള്ള ടേം തന്നിരിക്കുന്നത് ഏതാണെന്ന് നോക്കുന്നു. ഏതെടുക്കുക? 3 എടുക്കുന്നതാണോ 7 എടുക്കുന്നതാണോ എളുപ്പം? 7. കാരണം ദൂരക്കുറവ് അവരല്ലേ. അപ്പൊ 7 എന്ന് എടുത്തിരുന്നു. അപ്പൊ 15ാമത്തെ ടേം കണ്ടുപിടിക്കാൻ അടുത്ത് കിടക്കുന്ന ടേം x7. എത്ര മനസ്സിലായി? പ്ലസ് അതിൽ നിന്ന് എത്ര ദൂരമുണ്ട്? 8 ദൂരം. അപ്പൊ 8 ദൂരം 8d. ദൂരത്തിനാണ് d എന്ന് കൊടുക്കുന്നത്. 8d. സെറ്റ് അല്ലേ? ഇനി നോക്കാം, നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 7ാമത്തെ ടേം എത്രയാണ്? 32 പ്ലസ് 8 × 5. 32 പ്ലസ് 8 × 5 എത്ര? 40. ആൻസർ ഈസ് 72. അപ്പൊ 15ാമത്തെ ടേം എത്ര കിട്ടും? 72 കിട്ടും. എളുപ്പമല്ലേ? ഫസ്റ്റ് ടേം കണ്ടുപിടിച്ച് പിന്നെ വീണ്ടും ഇട്ട് കൊടുത്ത് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതിനുള്ള ഒറ്റ ഉത്തരവുള്ളൂ. എന്താ? അടുത്ത ടേം ഏതാണ് ആ ടേമിൽ നിന്നുള്ള ദൂരം കൂട്ടുക. എങ്ങനെ? അടുത്ത ടേം ഏതാണ് ആ ടേമിൽ നിന്നുള്ള ദൂരം കൂട്ടുക. സിമ്പിൾ അല്ലേ? ചെയ്തുകൂടെ? 4th ടേമിനെ നമ്മൾ എഴുതുന്നത് x4 എന്ന് എഴുതും. എത്ര x4? 81. 6th ടേമിനെ എങ്ങനെ എഴുതുന്നു? x6 71. അല്ല, സിമ്പിൾ അല്ലേ? ഇതിനകത്ത് എന്ത് കണ്ടുപിടിക്കുന്നു? ശ്രദ്ധിച്ചോ. കോമൺ ഡിഫറൻസ്. എന്താ? എങ്ങനെയാ കോമൺ ഡിഫറൻസ്? ഇതിന്ന് ഇത്. ആദ്യം 71 മൈനസ് 81 ടേമാണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞ് പൊസിഷൻ ഡിഫറൻസ് 6 മൈനസ് 4. 71 81 കുറച്ചാൽ 10. എന്ത് 10? കാരണം വലുതീന്ന് ചെറുത് കുറയ്ക്കണം. ശ്രദ്ധിക്കണം. അത് -10 അല്ലെങ്കിൽ പോയി. അടുത്ത 6 4 കുറച്ചാലോ 2. കണ്ടോ മോനെ? ആൻസർ 10ൽ എത്ര പ്രാവശ്യം 2? 5. എന്ത് 5? -4. ഇത്ര മനസ്സിലായോ? ഇനി കണ്ടുപിടിക്കേണ്ടത് ഏതാ? 20ാമത്തെ ടേമാ കണ്ടുപിടിക്കാനുള്ളത്. അല്ലേ? 20ാമത്തെ ടേമിന് എങ്ങനെ എഴുതാം? x20. എങ്ങനെ എഴുതാം? x20 എന്ന് എഴുതും. കണ്ടോ? 20 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇനി ആദ്യം നമുക്ക് കണ്ട ഫസ്റ്റ് ടേമിൽ നിന്ന് പോകാൻ പറ്റുമോ? ഇല്ല. അതിന്റെ അടുത്ത് വന്ന ടേം ഏതാ? 6 അല്ലേ? അപ്പൊ നമുക്ക് അതിൽ നിന്ന് 6ൽ നിന്ന് ആരിലേക്ക് വരണം? 20ലേക്ക് വരണം. ഇങ്ങനെ എഴുതി വരണം. കണ്ടോ? എന്നിട്ട് സൈഡിലേക്ക് 20ാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. 20 മൈനസ് 6ാമത്തെ ടേം ഇല്ലേ? 6. ഒന്ന് കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 14. അപ്പൊ ഇയാളിൽ നിന്ന് ഇയാളിലേക്കുള്ള ദൂരം എത്രയാണെന്ന് മനസ്സിലായി? 14 ദൂരം. ഇവിടെ ശ്രദ്ധിക്കും. ഞാനല്ലേ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കുന്ന പോണം അങ്ങോട്ട്. ഐഡിയ മനസ്സിലായോ? കണ്ടുപിടിക്കേണ്ട ഇവിടെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. മൈന്യൂട്ടായിട്ട് ശ്രദ്ധിയില്ലേ? x20 20 കണ്ടുപിടിക്കാനുള്ളത്. 20ന്റെ അടുത്തുള്ള ടേം ആര്?
6 ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ളത് 20. 20ന്റെ അടുത്തുള്ള ടീം ഏത്? 6. അത് രണ്ടും കൂടി ഒന്ന് കുറയ്ക്കണം. 14 ദൂരം കിട്ടി. എന്നിട്ട് 20ാമത്തെ ടീം അടുത്തുള്ളത് എടുത്തെഴുതുന്നു. x 6 അടുത്തുള്ള ടീം എടുത്തെഴുതുന്നു. അതിൽ നിന്ന് എത്ര ദൂരമുണ്ട്? 14. അപ്പോ പ്ലസ് 14d. ഇനി 6ാമത്തെ ടൈം ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? ഇനി വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമേ ഉള്ളൂ. എഴുതിയിട്ട് കഴിഞ്ഞാൽ 71 പ്ലസ് 14 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര? -5. ഇനി എന്ത് ചെയ്യണം? ആദ്യം ഇത് ഇൻറ്റു ചെയ്യണം. 14 ഇൻറ്റു 5 14 ഇൻറ്റു 5 20 2 5 2 7 70. അപ്പൊ 71 പ്ലസ് മൈനസ് എന്താകും? മൈനസ് ആകും. -70. 71 70 കുറച്ച് എത്ര കിട്ടും? 1. അപ്പൊ 20ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 1 കിട്ടി. ഇത്ര ഉള്ള കാര്യം. ഇത് ആദ്യം ഇങ്ങനെ എഴുതി വെക്കുക. കണ്ടുപിടിക്കേണ്ട ടേം, അതിന്റെ അടുത്ത ടേം ഏതാ? x6. അത് ഇതും കൂടി ഞാൻ കുറയ്ക്കുക. 20 ആകും. കണ്ടോ? ഇതങ്ങ് കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ 14. അതെടുത്ത് ഇവിടെ d ആയിട്ട് കൊടുക്കുക. ഇതാണ് സ്റ്റെപ്പ്. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ എളുപ്പമാ. കണ്ടുപിടിക്കേണ്ടതിനെ എടുത്ത് എഴുതുക. അതിന്റെ അടുത്ത് കിടക്കുന്ന ടേം എടുത്ത് എഴുതുക. അത് രണ്ടു തരം സൈഡിലോട്ടൊക്കെ കുറയ്ക്കുക. അതെടുത്ത് 14d എന്നിട്ട് കൊടുക്കുക. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ള പരിപാടിയുള്ളൂ. അത് നിങ്ങളുടെ കഴിവാ. വെറുതെ എടുത്ത് 20 6 പകരം 71 14 അതേപോലെ കൊടുക്കുന്നു. ഇൻറ്റു ഡിക്ക് പകരം -5 ഇത് കൊടുക്കാൻ അറിഞ്ഞൂടെ? ശ്രദ്ധിച്ചാൽ മതി ഇതിന്റെ കാര്യത്തിൽ. ഐഡിയ മനസ്സിലായ? ആ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ പഠിച്ചത് എന്താ? ഫസ്റ്റ് ടേം തന്നു, അതിൽ നിന്ന് ലോങ് ഉള്ളത് കണ്ടുപിടിക്കുന്നു, തിരിച്ച് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുന്നു. ഇതിനകത്ത് എന്താ കണ്ടുപിടിക്കുന്നത്? അടുത്തുള്ളൊരു ടേമിൽ നിന്ന് നമ്മൾ അടുത്ത ടേമിലേക്ക് പോകുന്നു. ഇതാണ് ഇത് രണ്ടിന്റെയും ഡിഫറൻസ്. അതുകൊണ്ട് അനദർ പ്രോബ്ലം എന്ന് എഴുതി വെക്കാൻ പറഞ്ഞത് ഞാൻ. ഐഡിയ മനസ്സിലായോ? സെറ്റ് ആണോ? ഡൗട്ടില്ലല്ലോ. ഇതിനെ പറ്റി ക്വസ്റ്റ്യൻ വരുന്നതാണ് അടുത്ത ടേമിനകത്തുള്ള ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 21 വരുന്നത്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അത് ഫുൾ ഒന്ന് ചെയ്തിട്ട് വേണം വരാൻ. കേട്ടാ? ഏതാ? 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻ 21ാമത്തെ പേജിനകത്തുള്ള ഫുള്ള് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളവരെല്ലാം ചെയ്യുക എന്നുള്ളതല്ല, എല്ലാരും ചെയ്തിട്ടേ വരാം. അതിന് പേരുണ്ട്. വലിയ പാടുണ്ടോ ചെയ്യാൻ? മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അടുത്ത മറ്റ് സീക്വൻസ് ആണ്. കൺഫ്യൂഷൻ ഫാക്റ്റ് ആണെന്ന് എനിക്കറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. ഇതെപ്പോഴാ തിരിഞ്ഞു പോകും? ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ പ്രസന്റിൽ ഇരുന്ന് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുവരേക്കും